ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സൺ ടാൻ റിമൂവലിൻ്റെ ഒരു ഫേസ് പാക്ക് കാണിച്ചു തരാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ റാഗി വെച്ചിട്ട് ചെയ്യുന്നതാണ്. അടിപൊളിയാണ്. ആൻഡ് നമുക്കത് ഫേസിൽ മാത്രമല്ല, നമുക്ക് നമ്മളുടെ ഹാൻഡ്സിൽ, നമ്മളുടെ കാലുകൾ, നമ്മുടെ ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ 1-ാം തീയതി ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മോനെ അവിടുന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്, അതിനൊരു ക്ഷമ ചോദിക്കുന്നു. പിന്നെ അപ്പോൾ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ ഫുൾ ടാൻ അടിച്ചിട്ടുണ്ട്, കൈയും അതുപോലെ തന്നെ മുഖവും ബോഡിയൊക്കെ ആ ഒരു ടാൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് ഈ സൺ ടാനിനെ റിമൂവ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളെ റാഗിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുക്കുക, അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. പാലും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പം റണ്ണിങ് കൺസിസ്റ്റൻസിയും ആയിരിക്കണം, പക്ഷേ എന്നാലോ അധികം കട്ടിയും ആവാൻ പാടില്ല, അങ്ങനത്തെ രീതിയിൽ. എന്നിട്ട് അത് നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യുക. മിൽക്ക് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മളെ ക്ലെൻസിങ്ങിനുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് നമ്മളെ ഫേസൊക്കെ ഒന്ന് കഴുകുക, നമ്മളെ കൈയും കാലൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അതിന് ശേഷം നമ്മൾ ക്ലെൻസ് ചെയ്യുക. നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളിത് എടുത്ത് ഇങ്ങനെ തേക്കുക. ഓക്കെ 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 അങ്ങനെ നമ്മൾ തേക്കുക. അടുത്തതായിട്ട് നമ്മളൊരു സ്ക്രബാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് റാഗി എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓവർ സ്ക്രബിങ് ചെയ്യുന്നില്ല, ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ക്രബ് നമുക്ക് തേക്കാം. ചെറിയ ലൈറ്റ് സ്ക്രബാണ്. എന്താണ് സ്ക്രബ് വയ്ക്കുക. സ്ക്രബ് അടുത്തതായിട്ട് നമ്മൾ കുറച്ച് റാഗിയും കുറച്ച് അലോവേര ജെല്ലും കൂടി യൂസ് ചെയ്തിട്ട് മസാജിങ് ക്രീമാണ് ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ മസാജിങ് ആണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് എടുത്ത് കുറച്ച് തേക്കാം. അടുത്തതായിട്ട് നമ്മൾ ഫേസ് പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുക്കുക. ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് റാഗി ആഡ് ചെയ്യുക. റാഗി ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കടലപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഫേസിലും അതുപോലെ തന്നെ നമ്മളുടെ നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സിന് ശേഷം, 20 മിനിറ്റ്സ് വേണ്ട, ഒരു 10 മിനിറ്റ്സിന് ശേഷം നമ്മളത് റിമൂവ് ചെയ്ത് കളയാം.
നമ്മളെ ഫേസിലും അതുപോലെ തന്നെ നമ്മളെ കയ്യിലൊക്കെ നല്ലൊരു ചേഞ്ച് കാണുന്നില്ലേ? അതായത് ആ ഒരു കളറിന് ഡേ ലൈറ്റ് തന്നെയാണ് കേട്ടോ ഇത്, വേറൊരു ലൈറ്റും ഇട്ടിട്ടില്ല. ഇനി നമുക്ക് ഈ സാധനം ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഫേസ് പാക്ക് ഒക്കെ ഇട്ട് അതൊരു 10 മിനിറ്റ് വെച്ചു, സെമി ഡ്രൈ ആവുന്ന രീതിയിൽ വെച്ചു. അതിന് ശേഷം ഞാൻ കഴുകിക്കളഞ്ഞു. എൻ്റെ കൈയും പിന്നെ ഇതൊക്കെ നനഞ്ഞതാണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, ബൈ.